ഹായ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ രാവിലെ തന്നെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ ഇട്ടിട്ട് വന്ന് പഠിക്കാനിരിക്കുകയാണ്. 5:45 എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് വന്ന് ഇരിക്കുമ്പോഴേക്കും 6 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ടൈം ടേബിൾ ഇട്ട് പഠിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ അതിനൊരു 2 മാസത്തോളം ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് തൊട്ടിട്ട് കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റൊക്കെ ഇട്ട് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റും എല്ലാം എഴുതിയിട്ട് കോളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോന്ന് കഴിയുമ്പോഴും ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതി തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഞാൻ ന്യൂ SCERT, ഓൾഡ് SCERT എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ആക്കും കേട്ടോ ഈ ഒരു ടൈം ടേബിളിൽ. അപ്പോൾ എല്ലാ ദിവസവും അത് പഠിച്ചു പോകും. പിന്നെ ഇംഗ്ലീഷും മലയാളവും എൻ്റെ സിലബസ് ഒന്ന് നോക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ PYQs മാത്രമാണ് നോക്കൽ. മുൻവർഷ ചോദ്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോവാണ് ചെയ്യുന്നത്, ഇംഗ്ലീഷും മലയാളവും. അങ്ങനെ ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ആ ഒരു ടൈം ടേബിൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഓൾഡ് SCERT നോക്കാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തു കേട്ടോ, സയൻസ് ബുക്ക്. ബുക്കിൻ്റെ ആ ഒരു കോലം കണ്ടാൽ നിങ്ങൾക്ക് അറിയും കേട്ടോ ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു പുറംചട്ടയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് നല്ല പഠിച്ച് തറവായതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചാപ്റ്ററുകളെല്ലാം നീങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു ആദ്യം തന്നെ ഒരു 2-3 ചാപ്റ്റർ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഓൾഡ് SCERT എല്ലാം പഠിച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോഴാണ് പുതിയ SCERTയുടെ കടന്നു വരവ്. അതുകൊണ്ട് എന്തായി, നമുക്ക് പുതിയതും പഠിക്കണം പഴയതും പഠിക്കണം എന്നുള്ള സ്ഥിതിയായി. എന്നാലും കുഴപ്പമില്ല, പഴയത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുമ്പോഴേക്കും തന്നെ വേഗം കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 3-4 ചാപ്റ്ററൊക്കെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് നോക്കാം. അപ്പം അങ്ങനെ ഓൾഡ് SCERT കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ ഒരു ടിക്കിടുമ്പോൾ ഒരു സന്തോഷം, ഒരു നമ്മളുടെ ആ ഒരു ടൈം ടേബിളിൽ ഒരു ഭാഗം കഴിഞ്ഞല്ലോ, അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുതിയ SCERT കൂടി പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുതിയ SCERT എപ്പോഴും സയൻസ് ഒരു ചാപ്റ്റർ, സോഷ്യൽ സയൻസ് ഒരു ചാപ്റ്റർ, അങ്ങനെയാണ് കേട്ടോ നോക്കാറ്. അതാകുമ്പോൾ രണ്ടും നോക്കിപ്പോകും. ഏതെങ്കിലും ഒന്ന് മാത്രം 2-3 ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെത് അവിടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ സയൻസ് നോക്കുകയാണ്. അപ്പോൾ നോക്കിയ ചാപ്റ്ററെല്ലാം ടിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയ SCERT എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കംപ്ലീറ്റ് പഠിക്കാനായിട്ടൊന്നുമില്ല. പഴയതിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, പുതിയ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രമേ നമുക്ക് കാണാതെ പഠിച്ചെടുക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് വായിച്ചിടുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അത് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. അങ്ങനെ പുതിയ SCERTയും പഴയ SCERT ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ മുൻപും പഠിച്ചിരുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ഒരു 2 SCERTകളും പഠിച്ചു കഴിക്കും. രാവിലെ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അതാണ്. രാവിലെ തന്നെ 2 SCERTയിലെയും ചാപ്റ്ററുകൾ നോക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ. ഒരു പുതിയ ഭാഗം പഠിച്ചതുപോലുള്ള ഒരു ഫീലാണ് ഈ പുതിയ SCERT ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ. അതിന് ശേഷമാണ് ഞാൻ പിന്നെ കുറേ വീഡിയോ ക്ലാസ് കാണും കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ അടുക്കളയ്ക്ക് പോകും. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ ക്ലാസ് ഓണാക്കിയിട്ടിട്ട് ഇയർഫോണൊന്നും വെക്കില്ല, ഇയർഫോൺ വെക്കാതെ തന്നെ കേട്ടിട്ട് പഠിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇയർഫോൺ വെക്കുന്നത് അടിക്കൽ തുടയ്ക്കലൊക്കെ ഉണ്ടാവുമല്ലോ, തുടയ്ക്കൽ അലക്കൽ, ആ ടൈമിൽ ഇയർഫോൺ വെക്കും. അത് കുറച്ചുകൂടി ആക്റ്റീവായി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് അപ്പോൾ ഇയർഫോൺ എടുക്കും. അതല്ല നമ്മൾ കറിക്ക് അരിയാം, വേറെ എന്തെങ്കിലും നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കുക, അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഉറക്കനെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. കാരണം എന്നും ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ ചെവിക്ക് പ്രോബ്ലം ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതാ ഞാൻ ടൈം ടേബിളിൽ അപ്പോൾ 2 SCERTയും അടയാളപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകട്ടോ. ഇന്ന് ദോശ ആയതുകൊണ്ട് വലിയ പണിയില്ല. ദോശയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഒരു 10-10:30 ആകുമ്പോഴാണ് പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു 12 മണിയാകുമ്പോൾ കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. 2 മണിവരെ ആ ഒരു ടൈം പോയി കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ചിട്ട് പഠിക്കുകയാണ് കേട്ടോ. പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുത്തിട്ട് വരും കേട്ടോ. ഒന്നല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് വല്ല നട്ട്സൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ വല്ല ബേക്കറി സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്കൊരു മടുപ്പും തോന്നില്ല, ഉറക്കവും വരില്ല എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ റാങ്ക് ഫയലാണ് ഇനിയിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോ ക്ലാസ് ഇയർഫോൺ വെച്ച് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പഠിത്തം ആ സമയത്ത് ഞാൻ കേൾക്കുന്നത് മിക്കവാറും റിവിഷൻ ക്ലാസ് പോലത്തെ ആയിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ച ഭാഗങ്ങൾ അതിൻ്റെ ക്ലാസ്സുകളായിരിക്കും കേൾക്കുക. അല്ലെങ്കിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്, അത് കേൾക്കും. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറത്തെ അങ്ങനെയൊക്കെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 100% ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ല, എങ്കിലും ഒരു 60-70% വരെയൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും.
പുതിയ കാര്യങ്ങളാണെങ്കിൽ ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതുപോലുള്ള റിവിഷൻ പോലെ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് കേൾക്കാറ്. അപ്പോൾ ഈ ഒരു ടൈം കുറച്ച് നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റെഡി ആവാനായിട്ടും മറ്റും പോകണം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ച് പഠിച്ചോട്ടെ. ഇന്നലെയും ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഇന്നും ഒരു കല്യാണമുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത കേട്ടോ, അതുകൊണ്ടാണ് പോണത്. അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ കല്യാണം എല്ലാം ഒഴിവാക്കിയിട്ട് ഇരുന്ന് പഠിക്കണം എന്നാണ്. നമ്മളുടെ അത്രയും അടുത്ത ഫാമിലി ആയി പോയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിതോട് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിത് ഇന്നത്തെ ഈ ഒരു 11:30 വരെ ഉള്ള ഈ ഒരു പഠിത്തം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ഇനി ഞാൻ കല്യാണത്തിലേക്ക് പോയി വന്നിട്ട് ഉച്ചയ്ക്കായിരിക്കും പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈവനിങ് സ്റ്റഡി വ്ളോഗ് ഇനി ഇടാം. ഇപ്പോൾ ഇതുവരെയ്ക്കും ഇട്ടതൊക്കെ മോർണിംഗ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ എത്രയുള്ളൂ. അപ്പോൾ കല്യാണത്തിലേക്ക് പോയിട്ട് വരാം, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ വീണ്ടും അടുത്ത ഒരു സ്റ്റഡി വ്ളോഗായിട്ട് വരാം. അതുവരെയ്ക്കും ബായ്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടുതൽ സ്റ്റഡി വ്ളോഗ്സും സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഞാൻ കാണിക്കാം. ബായ്.